ബോബി ചെമ്മണ്ണൂരിന് കേരള ഹൈക്കോടതി ജാമ്യം കൊടുത്തിട്ട് ഇന്നലെ 3:30 ജാമ്യം കൊടുത്തു. അദ്ദേഹത്തിന് 4:30-5 മണിക്കകം സബ് ജയിലിൽ നിന്ന് പോകാമായിരുന്നു. പക്ഷേ സബ് ജയിലിൽ നിന്ന് പോയില്ല. ലോവർ കോടതി 4:30 മണിക്ക് അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിച്ച അതിൻ്റെ ബോണ്ടെല്ലാം വെച്ച് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വക്കീൽ അത് ജയിലിൽ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് 6 മണിക്ക് മുമ്പ് കാക്കനാട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാമായിരുന്നു, ഇറങ്ങിയില്ല. അതിന് പകരം ഇന്ന് വന്ന വാർത്തകൾ ജയിലിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം കിടക്കുന്ന 10-26 പേരുടെ ടെക്നിക്കൽ ഗ്രൗണ്ടിൽ ചിലരൊക്കെ പൈസ കെട്ടിവെക്കാൻ പറ്റിയില്ല. അങ്ങനെ ജാമ്യം അനുവദിച്ചും കിടക്കുന്നവർ അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ജയിലിൽ തുടർന്നു എന്നാണ് വാർത്ത വന്നത്. ഇത് ഹൈക്കോടതിയുടെ ചെവിയിലെത്തി. ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ വക്കീലായ രാമൻപിള്ള ഹാജരായി. അദ്ദേഹം ഇനി ശബ്ദിക്കത്തില്ല, അത് ശബ്ദിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്നുവരെ ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് ജാമ്യം കൊടുത്തത്. ഇന്നലെ രാവിലെ കോടതി വാദം കേട്ടു. 3:30 ജാമ്യം തരാം എന്ന് വാക്കാൽ പറഞ്ഞു. 3:30 ജാമ്യം കൊടുക്കുകയും ചെയ്തു. 50,000 രൂപയും 2 പേരുടെ ആൾ ജാമ്യത്തിൽ വെച്ചിട്ടാണ് ജാമ്യം കൊടുത്തത്. ഏതായാലും 4:05 മുമ്പ് സബ് ജയിലിൽ ആ ഓർഡർ എത്തി എന്നാണ് പറയുന്നത്. സബ് ജയിലിനകത്ത് അദ്ദേഹം ഒപ്പിടേണ്ട ചില രേഖകളിൽ ഒപ്പിടാതെ നിന്നു. ആ സബ് ജയിലിൽ കിടക്കുന്ന 10-26 ഐക്യദാർഢ്യം രേഖപ്പെടുത്തി അവിടെ കിടക്കുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നു. ഇത് കോടതിക്കൊരു ഇൻസൾട്ടായിട്ട് തന്നെ എന്നെപ്പോലുള്ളവർക്ക് തോന്നിയത്. കാരണം കോടതി ജാമ്യം കൊടുത്ത ഒരാൾ ആ ജാമ്യം കൊടുക്കാതെ മടിച്ചു നിന്ന കോടതി ഏറ്റവും സീനിയർ ലോയറുടെ വാക്ക് വിശ്വസിച്ച് ഇയാൾ ഇനി അപകീർത്തികരമായ ഒരു കാര്യവും പറയില്ല എന്ന ഗ്യാരണ്ടിയിൽ ജാമ്യം അനുവദിച്ചതാണ്. പക്ഷേ ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പം കോടതിയെ ഇൻസൾട്ട് ചെയ്ത രീതിയിൽ ജാമ്യത്തിന് പോയില്ല, മറ്റവരുടെ കാര്യം കൂടെ പരിഗണിച്ച ശേഷം മാത്രമേ പോകുള്ളൂ എന്ന് പറഞ്ഞതായിട്ടാണ് വാർത്ത വന്നത്. ഇന്ന് PV കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ജസ്റ്റിസ് സോമോട്ടായ ഒരു കേസ് അങ്ങ് രജിസ്റ്റർ ചെയ്തു. സോമോട്ട നടപടിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ വക്കീല് ഓടിച്ചെന്ന് ജയിലിൽ നിന്ന് ഇദ്ദേഹത്തിനെ 10 മിനിറ്റിനകം ജാമ്യത്തിൽ ഇറക്കി. ജാമ്യത്തിറങ്ങി വണ്ടിയെ കയറി അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടത് കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇന്നലെ വൈകിട്ട് ജാമ്യത്തിൽ ഇറങ്ങുമെന്ന് കരുതി സബ് ജയിലിന് മുമ്പിൽ തടിച്ചുകൂടിയത് നമ്മൾ കണ്ടു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസോ അദ്ദേഹത്തിന് ഏതെങ്കിലും ഉപകാരം കൈപ്പറ്റിയവരൊക്കെയാണ്. ആ നന്ദി രേഖപ്പെടുത്താൻ എല്ലാവരും അവിടെ ഉണ്ട്. അത് തന്നെയല്ല, അദ്ദേഹം ഇന്നലെ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വിരോചിതമായ സ്വീകരണത്തിനുള്ള എല്ലാ ഇടപാടുകളും ചെയ്തിരുന്നു. ഇന്ന് കോടതി സോമോട്ടയായിട്ട് നടപടി തുടങ്ങിയപ്പം ജാമ്യം ക്യാൻസൽ ചെയ്യുമെന്ന് മനസ്സിലായ വക്കീൽ പെട്ടെന്ന് ഇയാളെ അവിടെ നിന്ന് 15 മിനിറ്റിനകം 10 മിനിറ്റിനകം ജാമ്യം വാങ്ങി ജാമ്യം വാങ്ങി സബ് ജയിലിൽ നിന്ന് കാറിൽ കയറ്റി രക്ഷപ്പെട്ടു. ആരാധക വൃന്ദത്തെ ഒന്നും നോക്കാതെ രക്ഷപ്പെട്ടു. കോടതിക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്. കോടതി സോമോട്ടോ കേസെടുക്കും. ജയിലിൽ നിന്ന് ഇറങ്ങിയ അപ്പം തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള വാറണ്ടിന് ഇഷ്യൂ ചെയ്യുമെന്ന് കോടതിക്ക് അറിയാം. അതുപോലെ തന്നെ ഈ കേസിനകത്ത് ജയിലിൽ കിടക്കാനാണ് താല്പര്യമെങ്കിൽ ആ കേസിൻ്റെ ചാർജ് ഷീറ്റ് എത്രയും പെട്ടെന്ന് 30-45 ദിവസത്തിനകം കോടതി കൊടുത്ത് ട്രയൽ നടത്തി ആ കേസ് ശിക്ഷിപ്പിച്ച് 3-4 വർഷം അകത്തോട്ട് പോകുന്ന രംഗം ഒക്കെ നമ്മളൊക്കെ ഓർത്തു. പക്ഷേ നിരുപാധികം അദ്ദേഹം ക്ഷമ ചോദിച്ചു കോടതിയിൽ. വായടച്ച് ഇനി ഒരു വാക്കും മിണ്ടില്ല, വാ തുറക്കില്ല എന്ന് കോടതിയിൽ ഉറപ്പ് കൊടുത്തു. കോടതിയോട് മാപ്പ് അപേക്ഷിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോയ കാഴ്ച നമ്മൾ കണ്ടു. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചും അതുപോലെ ജുഡീഷ്യറിയുടെ ഡയറക്ഷൻ അനുസരിച്ചും ഒക്കെ ജീവിക്കാൻ ബാധ്യസ്ഥരാണ് ഇന്ത്യക്കാർ. അതിന് വിരുദ്ധമായി കുറേ ഫോളോവേഴ്സ് കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട്, കുറേ സാമ്പത്തികം കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒറ്റപ്പെട്ടതായിട്ട് കോടതിയെയും അതുപോലെ ജുഡീഷ്യറിയെയും കോൺസ്റ്റിറ്റ്യൂഷനെയൊക്കെ ധിക്കരിച്ച് പറയുന്ന സംസാരങ്ങൾ ഒരിക്കലും വിലപ്പോകില്ല. അത് സബ് ജയിലിലോട്ട് അല്ലെങ്കിൽ ജയിലിലേക്ക് തന്നെ നീങ്ങാനുള്ള ഒരു പ്രവൃത്തിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ അത് തന്നെ സംഭവിച്ചു. അദ്ദേഹം വായടച്ച് മിണ്ടാതെ അവിടുന്ന് സ്ഥലം വിട്ടു. കോടതിയോട് നിരുപാധികം മാപ്പ് പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട്
എന്താണ് കോടതിക്ക് ചെയ്യേണ്ടതെന്ന് അറിയാം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായാലും ആ സീനിയർ അഡ്വക്കേറ്റിനെ ബഹുമാനിച്ച് ആ ക്ഷമ കോടതി നിരുപാധികം പറഞ്ഞ ക്ഷമ കോടതി സ്വീകരിച്ചു. അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ട കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള ആൾക്കാർ, എന്തിനും ഏതിനും അഭിപ്രായം പറയുന്നവർ, അത് ഭരണഘടനയ്ക്കും ജുഡീഷ്യറിക്കും എതിരായി പോകാതെ സൂക്ഷിക്കുക. വ്യക്തികളെ അധിക്ഷേപിക്കുമ്പോൾ അത് സൂക്ഷിക്കുക, നടപടി ഉണ്ടാവും. ഏറ്റവും വലിയ പണക്കാരനെന്ന് പറയുന്ന ഇയാൾ ആ ഹണി റോസിനെ അധിക്ഷേപിച്ചു എന്ന ദ്വയാർത്ഥ പ്രയോഗത്തിലൊക്കെയാണ് ആ കേസെടുക്കേണ്ടി വന്നത്, അറസ്റ്റിലേക്ക് വന്നത്, 6 ദിവസം സബ് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അത് കൂടുതൽ വിളവുകൾ കാണിച്ചാൽ തീർച്ചയായിട്ടും കോടതിക്ക് അറിയാം, അതിൻ്റെ ട്രയൽ എത്രയും പെട്ടെന്ന് തുടങ്ങി അയാളെ കൺവിക്റ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ നിയമത്തിൻ്റെ പരിരക്ഷയ്ക്കുള്ളിലാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ചോണം. അതുകൊണ്ട് എന്തും ചെയ്യാം എന്ന് കരുതരുത്, എന്തും പറയാം എന്നാരും കരുതരുത്. അതിനൊക്കെ ഇവിടെ പോലീസുണ്ട്, അതിനൊക്കെ കോടതിയുണ്ട്, നടപടികൾ കൃത്യമായിട്ട് വരും എന്നൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ്. നിങ്ങൾ എത്ര ഉന്നതനായാലും ശരി, എത്ര വലിയ പണക്കാരനായാലും ശരി, എത്രയധികം രാഷ്ട്രീയ സ്വാധീനമുള്ളവരും രാഷ്ട്രീയ പൊസിഷൻ ഇരിക്കുന്നവരും ശരി, ഭരണഘടനയിലെതിരായോ ഇന്ത്യൻ പീനൽ കോഡിനോ അല്ലെ ഇന്ത്യൻ ക്രിമിനൽ കോഡിനോ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനോ എതിരായി സംശയിച്ച് എതിരായി സഞ്ചരിക്കുകയും എതിരായി പറയുകയും ചെയ്യുന്നവർക്ക് ഒരു കാരണവശാലും കോടതി എക്സ്ക്യൂസ് കൊടുക്കില്ല. നടപടികൾ അതിശക്തമാവൂ എന്ന് കാണിച്ചു തന്നതാണ് ഈ കേസിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി ശബ്ദിക്കില്ല, ഞാൻ വായടച്ചിരിക്കും, കോടതിക്ക് എന്തെങ്കിലും തോന്നിയിട്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം സബ് ജയിലിൽ നിന്ന് കാറി കയറി ഓടിയ രംഗം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ.